കൊച്ചിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണോ? ശ്യാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ശ്രീജ, അതായത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ ഒരുപാട് പേർ ജോലിക്കായിട്ട് വരുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും ഇത്തരത്തിലുള്ള ഹോട്ടലുകളെയും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളെയും മറ്റുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെയോടുകൂടി കൊച്ചിയിലെ ഹോട്ടലുകളെല്ലാം പലതും പൂട്ടി തുടങ്ങി. ഏകദേശം ഇന്നലെ മാത്രം 100 ഹോട്ടലുകളാണ് കൊച്ചിയിൽ ഈ പാചകവാതകം കിട്ടാനില്ലാത്തതിൻ്റെ പേരിൽ പൂട്ടിയത്. അതോടൊപ്പം തന്നെ പല ഹോട്ടലുകളും ഉച്ചയൂണുകൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും മാത്രമാക്കുന്ന സ്ഥിതിയിലേക്കെത്തി. പലരും ഈ റോക്കറ്റ് അടപ്പ് അന്വേഷിച്ച് പോകുന്ന ആളുകളുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കലൂരിലെ ബിരിയാണി സ്റ്റോറിലാണ്. ഇവിടെ പ്രതിദിനം ഒരു 2 കുറ്റി 3 കുറ്റി സിലിണ്ടറൊക്കെ വേണ്ടി വരുന്നതാണ്. കാരണം ഇവിടെ സാധാരണഗതിയിൽ 60 കിലോയിലധികം ചിക്കൻ എല്ലാ ദിവസവും വെക്കും. വീക്കെൻഡിലാണെങ്കിൽ 100 കിലോയ്ക്ക് മുകളിൽ പോകും. എന്തായാലും ഇവിടെ ബിരിയാണി മാത്രമാണ്. പക്ഷേ അവർ ഒരു പോംവഴി കണ്ടെത്തിയത് അടുപ്പാണ്. അത് നമുക്ക് കാണാം. അവരിപ്പോൾ ഒരു കല്ലൊക്കെ വെച്ച് കൂട്ടി അടുപ്പ് സെറ്റാക്കി ആ ബിരിയാണി സ്റ്റോറിൻ്റെ ഉടമയാണ് ഇവിടെ നിന്ന് ഈ പാചകമെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി കേൾക്കാം. ചേട്ടാ, വലിയ പ്രതിസന്ധിയാണ്. ഒന്നും പറയാനില്ല. നമുക്ക് തിങ്കളാഴ്ച വരേണ്ട ഗ്യാസാണ്, ഇന്ന് വരെ വന്നിട്ടില്ല. സ്റ്റാഫ് കുക്കിങ്ങിനുള്ള ഗ്യാസ് സെർവ് ചെയ്തിട്ട് സ്റ്റാഫിനുള്ള ഗ്യാസ് മാത്രം അവിടെ നിലനിർത്തിയിട്ട് നമ്മുടെ ഈ പരിപാടി മുഴുവനും ഇതുപോലെ പണ്ടത്തെ കുക്കിംഗ് ടെക്നിക്ക് അതിലേക്ക് മാറി. ഇവിടെ അടുത്ത് കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് ഇന്നലെ തന്നെ നമ്മുടെ തടിവല്ലി പോയി 2000 രൂപക്ക് വിറക് എല്ലാം റെഡിയാക്കി ഇപ്പം അടിച്ച് നോക്കണേണ്. നല്ല പുക, കണ്ണൊക്കെ ബൾബായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നം ഇത് ഭയങ്കര ടേസ്റ്റായ ഇനി ഇത് തന്നെ വേണമെന്ന് പറയുമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതൊരു പരീക്ഷണമാണോ? നമ്മൾ ചെയ്തിട്ടുണ്ട്, വലിയ പരീക്ഷണമല്ല. എന്നാലും എല്ലാവരുടെയും മസിൽ മെമ്മറിയും കൈയൊക്കെ വഴങ്ങിയേക്കണൊക്കെ ഗ്യാസുമായിട്ടാണ്. അതിൻ്റെ സ്പീഡ് വിറകി കിട്ടാൻ പാടാണ്. ഇന്നത്തേക്ക് ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒക്കെ നേരെ പകുതിയാക്കി. മെനുവിലെ ഐറ്റംസ് കുറച്ച് ബീഫ് മട്ടണൊക്കെ മാറ്റി ചിക്കൻ മാത്രമാണ് ഇന്ന് കുക്ക് ചെയ്യണത്. കുക്കറിൽ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വിറകി ചെയ്യാൻ പണിയാണ്. കുക്കറിൻ്റെ സൈഡൊക്കെ ഉരുകി പോകും. അപ്പോൾ അത്യാവശ്യം പണിയാണ്. പിന്നെ ആകെ നമുക്ക് ഇതേ ഓപ്ഷനുള്ളൂ. അല്ലെങ്കിൽ കട അടക്കുക. ഇവർക്കൊക്കെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഇവിടെ എത്ര ജീവനക്കാരുണ്ട്? ഇവിടെ നമുക്ക് 15 പേരുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് നടന്നേ പറ്റും. മെയിനായിട്ട് ഈ കൊച്ചിയെ സംബന്ധിച്ചോളം കൊച്ചിയിൽ ഒരുപാട് പേര് ഈ ഹോട്ടലുകളെയും മറ്റുമൊക്കെ ആശ്രയിച്ച് വന്നാണ്. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അവർക്കൊന്നും വേറെ പോയി കഴിക്കാൻ വേറെ ഇടമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവസ്ഥ വളരെ കഷ്ടമാവില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ ഇപ്പോൾ വീക്ക് ഡേ ഒക്കെ ഇത്രയും നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ഇവിടെയുള്ള വർക്കിംഗ് ഫോഴ്സാണ്. ജോലി എടുക്കുന്നവരുടെ ഡെയിലി വന്ന് കഴിക്കണ ഉള്ളൊരു പരിപാടിയാണ്. വീക്കെൻഡ് മാത്രമുള്ളതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. എനിക്ക് തോന്നുന്നു ബിരിയാണി ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള മൾട്ടി കുസീൻ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെ. വിറകടുപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പുകയടിച്ച് ആകെ കണ്ണൊക്കെ ഇതായല്ലേ. പുക, ചൂട് പരിപാടികളൊക്കെ ഭയങ്കര ഇതാണ്. നമുക്ക് നോക്കാം. ഇത് ആകെയുള്ള ഓപ്ഷൻ ഇതല്ലേ. അപ്പോൾ കഷ്ടപ്പെടാതെ പറ്റില്ല. നമ്മളെന്തിനും തയ്യാറുമാണ്. ഇപ്പൊ എന്നത്തേക്ക് ഒരു പ്രതിസന്ധി ആകും? ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമെന്ന് വല്ലതും പറയുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഈ സംഭവം ലാസ്റ്റ് കുറ്റി ഇവിടെ എടുത്തപ്പോൾ ഇവിടെ മുഴുവനും എറണാകുളത്ത് മുഴുവനും ഓടി. നമ്മുടെ സ്റ്റാഫ് ഓടി, ഞാനും പോയി ഓടി നോക്കി. ബ്ലാക്കിലും കിട്ടാനില്ല. ശ്രമിച്ചു എങ്ങനെയെങ്കിലും പ്രൈവറ്റിലും കിട്ടാനില്ല. ഒരു വഴിയുമില്ല ഈ സാധനം അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇതേ ഉള്ളൂ വഴി. അപ്പോൾ ഇന്നലെ ഉച്ചോട്ട് ഇതിൻ്റെ വർക്കിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ റെഡിയാക്കണതാണ്. പലരും ഇപ്പോൾ റോക്കറ്റ് അടുപ്പും മറ്റേ പുകയില്ലാത്ത അടുപ്പൊക്കെ തേടി പോകുന്നുണ്ട്. അതൊക്കെ വർക്കാവുമായിരിക്കും. പക്ഷേ ഇത് ഇമ്മീഡിയറ്റ്ലി ഇതൊക്കെ അറേഞ്ച് ചെയ്യാനും ഞാൻ ഇന്നലെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു റോക്കറ്റ് അടപ്പുകാരൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് അബ്സ്കോണ്ടിങ് ആണെന്നാണ് പറയണത്. അയാളെ ആൾക്കാർ പുറകെ നടന്ന് ചേസിങ് ആണ്. സാധനം കിട്ടാൻ റോക്കറ്റ് അടപ്പുകാരനെ ഇവിടെ എറണാകുളത്തുള്ള ഒരു നമ്പറിലാണ് നോക്കിയത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ബാക്കി അന്വേഷിച്ചപ്പോൾ പുള്ളി അബ്സ്കോണ്ടിങ് ആണ്. പുള്ളിനെ ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം പുള്ളി മുങ്ങി. അതായത് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ പോലും പക്ഷെ അത്ര വലിയ പ്രതിസന്ധിയാണ് ഈ പാചകവാതകം ഇല്ലാത്തതിൻ്റെ പേരിൽ. കാരണം കൊച്ചിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോട്ടലുകളും പൂർണ്ണമായിട്ടും അടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 1, 2, 3, 4 അടപ്പുകളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. അതിലിപ്പോൾ 2 അടുപ്പുകളിൽ ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരടുപ്പിൽ സവാള അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ കുക്കറിലും മറ്റുമൊക്കെ വേവിക്കേണ്ട സാധനം വരുമ്പോൾ അതും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു തരി ഗ്യാസ് പോലും ഇല്ല എങ്കിൽ ഇവിടെ പാചകം പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്നൊരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും ഇവർ ഇതിനെ മറികടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ
ഇപ്പോൾ നിലവിൽ വിറകടപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വിറകടപ്പിൽ എങ്ങനെയെങ്കിലും ഈ പാചകം ചെയ്യണം. പക്ഷേ നിലവിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്വാണ്ടിറ്റി അതിന്റെ നേർപകുതിയാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ട് ശ്യാം, അവിടുത്തെ പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ തൊഴിലാളി പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ടൊക്കെ ഈ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു എന്നതാണ്. പക്ഷേ ഇത്രയും അധ്വാനിക്കേണ്ടി അവർക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മെനുവിലുള്ള ഭക്ഷണങ്ങൾ പലതും അവർക്ക് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ പകുതി ഭക്ഷണം മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജോലി നഷ്ടമാകുന്നത് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്ന ഡെലിവറി ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹോട്ടലുകൾ അടച്ചിടുന്നതുമൊക്കെ.